അർജുൻ ജന്തർ മന്ദറിലാണുള്ളത്. അർജുൻ, വളരെ പ്രധാനപ്പെട്ട ഒരു സമരമാണ്. നേരത്തെ അനൂപും ബാലഗോപാലും സൂചിപ്പിച്ചതുപോലെ അപൂർവമായി സമരത്തോടുള്ള ബി.ജെ.പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ പ്രതികരണം ഏത് തരത്തിലാണ്? എത്രത്തോളം ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ ഇന്നത്തെ സമരത്തിന് കഴിയുന്നുണ്ട്? രതീഷെ, തീർച്ചയായിട്ടും ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന സമരം തന്നെയാണ് അല്പനിമിഷത്തിനകം ജന്തർ മന്ദറിൽ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം തന്നെ ഈ കേരള ഹൗസിൽ നിന്നും മീറ്ററുകൾ മാത്രം ദൂരമുള്ള ഈ ജന്തർ മന്ദറിലെ സമരവേദിയിലേക്ക് എത്തും. പക്ഷേ രാജ്യവ്യാപകമായി തന്നെ ശ്രദ്ധ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷ സമരം എന്ന് പറയുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്നലെ കർണാടക ഉൾപ്പെടെ ഉണ്ടായത്. അത് സാക്ഷാൽ പ്രധാനമന്ത്രി മോദി വരെ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അതിനെതിരെ ഒരു പരോക്ഷമായ രീതിയിൽ മറുപടി പറയുന്ന കാര്യങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ ഈ സന്ദർഭം അല്ലെങ്കിൽ സമരങ്ങൾ എത്തി എന്നുള്ള കാര്യം വേണം പറയാനായിട്ട്. കാരണം പ്രധാനമന്ത്രി നേരിട്ട് പറയുന്നു. അതിനോടൊപ്പം തന്നെ ബി.ജെ.പിയിലെ മറ്റ് നേതാക്കൾ പ്രത്യേകിച്ചും വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ള ബി.ജെ.പി നേതാക്കളാണ് ഈ കേരളത്തിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ സമരങ്ങൾ, കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള സമരത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തിക്കുന്നു. പ്രത്യേകിച്ചും അവർ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഭാഷയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ടാക്സ്, ഈ നികുതിയുടെ അടിസ്ഥാനത്തിലും രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ നോക്കുന്ന ഒരു ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്നുള്ളൊരു വേർതിരിവ് തീർച്ചയായിട്ടും എം പിമാരുടെ തലത്തിലാണെങ്കിലും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ തലത്തിലാണെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം തന്നെ. അത് പ്രത്യേകിച്ചും കർണാടക എം പിമാരുടെ ചില രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രസ്താവനകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അത്തരത്തിലുള്ള വിമർശനം ഇന്നലെ പ്രധാനമന്ത്രി ഉന്നയിച്ചത്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള വിമർശനം ബി.ജെ.പിയിൽ നിന്നും എൻ.ഡി.എയിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും നിലവിൽ CPM-നും കോൺഗ്രസിനുമെതിരെ ഉയർന്നുണ്ട്. പക്ഷേ വലിയ രീതിയിൽ തന്നെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന സമരം തന്നെയാണ് ഇവിടെ CPM നടത്താൻ വേണ്ടി പോകുന്നത്. അല്പനിമിഷം മുൻപ് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനും LDF കൺവീനർ EP ജയരാജനും KN ബാലഗോപാൽ അതുപോലെ തന്നെ P രാജീവ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വേദിയിലേക്ക് എത്തി അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തി പോയിരുന്നു. ഈ വേദി സർവ്വസജ്ജമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. വേദിക്ക് ചുറ്റുമുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യം 11 മണിക്ക് തന്നെ സമരം ആരംഭിക്കും. ഈ വേദിയിലെ ആദ്യ വരി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രിക്ക് ഒപ്പം തന്നെ ദേശീയ നേതാക്കൾക്കും മറ്റ് മുഖ്യമന്ത്രിമാർക്കും വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ശരത് പവാർ ഉൾപ്പെടെയുള്ള അരവിന്ദ് കെജ്രിവാളും ശരത് പവാറും ഭഗവന്ത് സിംഗ് മന്നും കപിൽ സിബലും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ സമരവേദിയിലേക്ക് എത്തുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിനെതിരായ ഡൽഹിയിലെ LDF സമരത്തിന് എതിരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ വരികയാണ്. അർജുൻ, കേൾക്കാമെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രാതിനിധ്യം അത് എത്രത്തോളം ഉണ്ടാകും? തീർച്ചയായിട്ടും രതീഷ്, ഈ നിരവധി നേതാക്കളെ ഇന്ത്യ സഖ്യത്തിലെ തന്നെ നിരവധി നേതാക്കളെ ഈ സമരത്തിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ അരവിന്ദ് കെജ്രിവാളും ഭഗവന്ത് സിംഗ് മന്നും അതുപോലെ തന്നെ ശരത് പവാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ സമരത്തിന് എത്തുമെന്നുള്ള കാര്യം സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഡൽഹിയിലെ കേരളത്തിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് അടക്കമുള്ള നേതാക്കൾ അറിയിച്ചിരിക്കുന്ന കാര്യം. പക്ഷേ ഏത് രീതിയിൽ, അതായത് ഇന്ത്യ സഖ്യം പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ബി.ജെ.പിയുടെ ഒരു അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ കോൺഫറൻസ് കാണുന്ന സമയത്ത് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഘടകമെന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പാളിച്ച അല്ലെങ്കിൽ അതിനകത്ത് തന്നെയുള്ള ആശയക്കുഴപ്പമാണെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇന്നത്തെ സമരം എന്ന് പറയുന്നത് അത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒത്തൊരുമയുടെ ഒരു വലിയ സമരം കൂടെയാണ് എന്നുള്ള കാര്യം കൂടി പ്രത്യേകിച്ച് പറയണം. കാരണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിൽക്കുന്ന ഒരു സമരമാണെങ്കിൽ പോലും വലിയ രീതിയിൽ ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ച്, അതായത് തൃണമൂൽ കോൺഗ്രസിന് ക്ഷണമില്ല, പക്ഷേ NCP ശരത് പവാറും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ, കപിൽ സിബൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സമരവേദിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും CPM നേതാക്കൾക്കുണ്ട്, LDF നേതാക്കൾക്കുണ്ട്. ക്ഷണം അവർ അംഗീകരിച്ച് 11 മണിക്ക് ശേഷം എത്തുമെന്നും അവരെല്ലാം തന്നെ ഈ സമരവേദിയെ അഭിസംബോധന ചെയ്ത് ഈ പ്രവർത്തകരെയും അണികളെയും അതുപോലെ തന്നെ ഈ കാണാനെത്തുന്ന ആളുകളെല്ലാം തന്നെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നുള്ള വിലയിരുത്തൽ തന്നെയുണ്ട്. എന്തായാലും ഇതിനോടകം തന്നെ ഈ സമരം ഈ ചരിത്രത്തിൽ ഇടം തേടാൻ പോകുന്ന സമരമാണ്. ഇതിനോടകം തന്നെ അത് വലിയ രീതിയിൽ ഒരു രാജ്യവ്യാപകമായ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി ഉൾപ്പെടെ നേരിട്ട് ഈ വിഷയത്തിൽ ഒരു മറുപടി പറയേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ബി.ജെ.പി പ്രത്യേകിച്ച് ഈ വാർത്താ സമ്മേളനങ്ങൾ ഉൾപ്പെടെ വിളിച്ച് കേരള സർക്കാരിനെതിരെ ഈ നികുതി വെട്ടിപ്പിന് അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെതിരെ ഒരു മറുവാദം ഉന്നയിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ തന്നെ വലിയ രീതിയിൽ ചർച്ച ജന്തർ മന്ദറിൽ നിന്നാണ് അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 11 മണിക്കാണ് സമരം.